നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 തുടക്കത്തോടുകൂടി രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവിൻ്റെ ഗ്രാഫ് വലിയ തോതിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മറികടക്കുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂല തരംഗം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇത് മൊത്തത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയെ വലിയ തോതിൽ അത് അനുകൂലമായി ഭവിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിയെ മാറ്റി നിർത്തിയാൽ രാഹുൽ ഗാന്ധി എന്ന നേതാവിന് വലിയ രീതിയിലുള്ള ജനപ്രീതിയുണ്ട്. ഇത് അദ്ദേഹത്തെ ഉത്തരേന്ത്യയിൽ ഏതൊരു സ്ഥലത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അദ്ദേഹത്തിനെ വിജയിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഫലമായി മാറും എന്ന് തന്നെയാണ് പറയേണ്ടത്. അതായത് 40% വോട്ട് ഉത്തർപ്രദേശിലെ ഏത് മണ്ഡലത്തിൽ നിന്നും കരസ്ഥമാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ നേതാവിൻ്റെ ഗ്രാഫ് ഉയർന്നിരിക്കുന്നത്. അതായത് സമാജ്വാദിയും കോൺഗ്രസും സഖ്യത്തിൽ നിന്നുകൊണ്ടാണ് യുപിയിൽ മത്സരിക്കുന്നത്. അത് രാഹുലിന് വലിയ സ്വീകാര്യതയാണ്. അഖിലേഷ് യാദവ് ഒരു കാര്യം മാത്രം രാഹുൽ ഗാന്ധിക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നു: നിങ്ങൾ ഏതൊരു മണ്ഡലത്തിൽ ഉത്തർപ്രദേശിൽ നിന്നാലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു പോരാട്ടം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത് സമാജ്വാദി തരുന്ന ഉറപ്പാണ്. അത് വലിയ തോതിലാണ് ഇപ്പോൾ ശാക്തീകരിക്കുന്നത്. ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ തന്നെ രാഷ്ട്രീയം എന്നത് യുപി രാഷ്ട്രീയമായാണ് മാറുന്നത്. അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യം ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ യുപിയിൽ നിന്ന് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി ഇത്തവണ ജനവിധി തേടുക. തൻ്റെ അമേത്തി എന്ന ലോക്സഭാ മണ്ഡലം തിരികെ പിടിക്കുക എന്നുള്ളത് ജീവൻ മരണ പോരാട്ടമായി തന്നെയാണ് രാഹുൽ ഗാന്ധി കാണുന്നത്. അതിന് നിരവധിയായ കാരണങ്ങളുമുണ്ട്. കഴിഞ്ഞ തവണ വലിയ രീതിയിലുള്ള ചതി പ്രയോഗത്തിലൂടെ BJP ആ മണ്ഡലം സ്വന്തമാക്കി എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ രീതിയിൽ ആഘാതമുണ്ടാക്കിയതാണ്. അതായത് കപടത മാത്രമായിരുന്നു സ്മൃതി ഇറാനിയുടെ മുതൽക്കൂട്ട്. കള്ളപ്രചരണവും വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണം അഴിച്ചുവിടലും ഒക്കെ നടത്തിയാണ് അവർ ആ മണ്ഡലം 50,000-ഓളം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയിൽ നിന്നും പിടിച്ചെടുത്തത്. എന്നാൽ അത് താൽക്കാലികം മാത്രമാണെന്നും അത് തിരിച്ചു പിടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കെൽപ്പുണ്ട് എന്നും കൃത്യമായി അടിവരയിടുന്ന ഒരു വലിയ മാറ്റം യുപിയിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിക്ക് 32% വോട്ട് ലഭിച്ചതും കോൺഗ്രസിൻ്റെ 6.5% കൂടിയാകുമ്പോൾ കൃത്യമായി 40%-ലേക്ക് എത്തും. അത് യുപിയിൽ ഏതൊരു മണ്ഡലത്തിലും സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തിന് കിട്ടുന്ന തരത്തിലേക്ക് മാറുകയാണ്. മായാവതിയുടെ BSP നാമാവിശേഷമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് അവർക്കിനി ഒരു മണ്ഡലത്തിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത സ്ഥിതിയിലേക്ക് സ്വയം അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ B ടീമായി മാറിയതുകൊണ്ട് അവർക്കുണ്ടായ നാശനഷ്ടമാണിത് എന്ന് തന്നെ എടുത്തു പറയാം. മായാവതി എന്നേക്കുമായി അവരുടെ രാഷ്ട്രീയം വെച്ചവസാനിപ്പിക്കേണ്ടി വരും, അഥവാ BJPയിലേക്ക് പോകേണ്ടി വരും എന്നുള്ള സാഹചര്യമാണ്. ഗ്രാഫ് മെല്ലെ മെല്ലെ ഉയർത്തിക്കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞത് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്രയെ ഹിമന്ത് ബിശ്വ ശർമ്മ അടക്കമുള്ള നേതാക്കൾ, വർഗീയവാദികൾ തടഞ്ഞപ്പോൾ അതിനെതിരെ ഉണ്ടായ ജനരോഷം വളരെ കടുത്തു തന്നെയായിരുന്നു. മാൽഡയിൽ, വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വലിയ തോതിൽ അക്രമം അഴിച്ചുവിട്ടപ്പോഴും രാഹുൽ ഗാന്ധി അത് അതിജീവിച്ചത് എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു ചരിത്ര പുരുഷനായി രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുകയാണ്.